വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നമ്മുടെ മേക്കപ്പ് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഇടാറില്ല. അപ്പോൾ എനിക്ക് ഇന്നാളൊരു കമൻറ്റ് വന്നതാണ് കേട്ടോ. അതെൻ്റെ ഒരു പഴയ വീഡിയോ എടുത്തിട്ട് മേക്കപ്പ് വീഡിയോസ് ഇടണം, തുടരണം. അതുപോലെ തന്നെ നമുക്ക് പറ്റിയിട്ടുള്ള ഫൗണ്ടേഷൻ ഏതാ, അതായത് എൻ്റെ സ്കിൻ ടോൺ കണ്ടില്ലേ നിങ്ങൾ, ഈ നമ്മുടെ ഈ ഒരു കളറിലുള്ളവർക്ക് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ഏതാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല. പിന്നെ കല്യാണമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. അത് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങാൻ പോയിട്ടില്ല, പൈസ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പലതും അങ്ങനെ വാങ്ങാറില്ല. അതായത് എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നല്ലാതെ പലതും പരീക്ഷിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് സ്യൂട്ടായിട്ട് ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഇട്ടിട്ടുള്ള വീഡിയോയിൽ. എൻവൈബയുടെ ട്രൂലി മാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 312 ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 275 ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പം ഒരെണ്ണം കഴിഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരെണ്ണം കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു, ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ചേർന്നിട്ടുള്ളൊരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കറക്റ്റ് എനിക്ക് ചേരുന്നൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യില്ല. നമ്മുടെ ഇപ്പോൾ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കൺസീലറോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാനിത് കാണിച്ചു തരാം. ഇത് എത്ര നമ്മൾ യൂസ് ചെയ്താലും ഭയങ്കര ഫിനിഷിങ് കിട്ടുന്ന തരത്തിലുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ്. ഞാൻ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അത് അടിച്ച് കളയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ഷെയ്ഡ് കൂടുന്ന പോലത്തെ ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഏതെങ്കിലും പോവാണ്ടെങ്കിലും യൂസ് ചെയ്യുന്നൊരു ഫൗണ്ടേഷൻ. അപ്പോൾ എൻ്റെ കളർ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കണ്ണിൻ്റെ മണ്ടയിൽ തോന്നുന്നില്ല എന്നാലും. അപ്പോൾ എൻ്റെ അതേ പിന്നെ നമ്മൾ കഴുത്തിലും കൂടി ഇടണം കേട്ടോ ഇടുമ്പോൾ. പിന്നെ പ്രൈമർ കാര്യങ്ങൾ അതൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്, ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വല്ല കല്യാണത്തിന് കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതാണ് എനിക്ക് ചേരുന്നതായിട്ട് ഞാൻ ഒരുപാട് കാലമായി, ഈ ഇത്ര വയസ്സിനിടയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇത് മാത്രമാണ് കേട്ടോ. എനിക്കിത് നല്ല പോലെ ചേരുന്നതായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും ലിങ്ക് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക്, ഈ ഒരു ഇരുണ്ട നിറക്കാർക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് അടിപൊളി ഫൗണ്ടേഷനായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കണ്ടാലും അതിൻ്റെ ഡിഫറൻസ് നല്ല പോലെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വേർക്കും, നമ്മുടെ ഈ ഫൗണ്ടേഷനൊക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. എങ്കിലും ഇത് അത്രയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് ഇരുണ്ട പോലെ തോന്നുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ എൻവൈബയുടെ ഈ ഫൗണ്ടേഷനോട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്. അപ്പോൾ എൻ്റെ ഈ സ്കിൻ ടോൺ ഉള്ളവർ ധൈര്യമായിട്ട് ഇത് വാങ്ങാം കേട്ടോ. നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടാൽ അറിയില്ലേ, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് കൺസീലറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കളർ കറക്റ്ററൊക്കെ ഉപയോഗിക്കാം. ഞാനിത് മാത്രം ഇട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് അറിയുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻറ്റ് കയ്യിലുണ്ടാകാൻ കേട്ടോ ഇതായി വരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പരീക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ അവതരിപ്പിക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്താ അവതരിപ്പിക്കാമെന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.